അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അവൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ അവസാനിച്ച് സലാം പറഞ്ഞ് പിരിഞ്ഞ് റബീഉൽ ആഖിറിലേക്ക് ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ പിറ കണ്ടാൽ നമുക്ക് കയറാനുള്ള ഒരവസരം തുറന്നു നൽകുകയാണ്. അള്ളാഹു ഇരുലോക ആഫിയത്ത് അതിൻ്റെ ബറക്കത്തുകൊണ്ട് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, കമൻറ്റിൽ സന്തോഷം പറയുന്ന എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. മരിച്ചുപോയ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ അവസാനത്തെ, അതായത് 29 ഇന്ന് മഗ്‌രിബ് വാങ്കോടെ പിറ കണ്ടാൽ റബീഉൽ ആഖിർ എന്ന് പറയുന്ന ഒരു പരിശുദ്ധ മാസം കയറി വരികയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ നിർബന്ധമായും പഠിച്ച് അറിഞ്ഞ് ചെയ്യേണ്ട ഒരു 7 കൂട്ടം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നും മിസ്സാക്കി കളയാൻ പാടില്ല. വരുന്ന പരിശുദ്ധ മാസത്തിൻ്റെ എല്ലാ ബറക്കത്തും നമുക്ക് കിട്ടാൻ അത് മതിയാവും. നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവർ, റബീഉൽ അവ്വൽ ആദ്യ പ്രഥമ വസന്തം, അത് സുൽത്താനുൽ അംബിയ, അംബിയാക്കളുടെ സുൽത്താൻ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മയുടെ സ്മരണയുടെ മാസമാണ്. എന്നാൽ പരിശുദ്ധമായ റബീഉൽ സാനി, റബീഉൽ ആഖിർ, രണ്ടാം വസന്തം, അത് സുൽത്താനുൽ ഔലിയ, ഔലിയാക്കളുടെ സുൽത്താൻ മഹാനായ അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജൈലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഓർമ്മയാണ്. ആ മഹാനവറുകളുടെ ജീവിതത്തിലേക്ക് പകർന്ന് നുകർന്നെടുത്ത് അവരെപ്പോലെ ജീവിക്കാൻ ശ്രമിച്ച് അവരെപ്പോലെ ആയിത്തീരാൻ വേണ്ടി ആ മാർഗത്തിലൂടെ നടന്നു നീങ്ങിയ ഒരുപറ്റം മഹാന്മാരായ ഔലിയാക്കളുടെയും സൂഫിയാക്കളുടെയും ഓർമ്മയാണ് റബീഉൽ ആഖിർ എന്ന് പറയുന്ന കയറി വരുന്ന മാസം. അപ്പോൾ ശഹ്റുൽ ഔലിയാ എന്ന് പറയാൻ പറ്റും, ഔലിയാക്കളുടെ മാസം എന്ന് പറയാൻ പറ്റുന്ന മാസമാണ് റബീഉൽ ആഖിർ. അതാണ് കയറി വരാൻ പോകുന്നത്. മഹാനായ മുഹദ്ദിസ് ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഫാത്ത് അടയാളപ്പെടുത്തിയ റബീഉൽ ആഖിർ മാസത്തിലാണ്. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ അതിൻ്റെ താഴേക്ക് നോക്കിയാൽ അവിടുത്തെ ആ വഴിയിൽ സഞ്ചരിച്ച മഹാന്മാർ, അതിലേറ്റവും ആദ്യം നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് തമിഴ്നാട്ടിലെ വെല്ലൂർ എന്ന് പറയുന്ന ആ മനോഹരമായ ഗ്രാമത്തിൽ ഏറ്റവും സുന്ദരമായി ഇസ്സത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഉമ്മുൽ മദാരിസ് എന്ന് പറയുന്ന അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങൾക്ക് ദീനിൻ്റെ ദിശാബോധവും അറിവിൻ്റെ പൊൻവെളിച്ചവും കിട്ടാൻ കാരണക്കാരായ മഹാന്മാരായ ഔലിയാക്കളെയും സൂഫിയാക്കളെയും ആലിമീങ്ങളെയും അൽ ഉലമാഇനെയും വാർത്തെടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ മദകീയ സ്ഥാപനം, ഒരു പരിശുദ്ധമായ ദീനി സ്ഥാപനം, അതാണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. അതിൻ്റെ സ്ഥാപകനായ ആല ഹസ്രത്ത് മഹാനായ അശ്ശാഹ് അബ്ദുൽ വഹാബുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാണ് അതിൻ്റെ ബാനി. ആല ഹസ്രത്ത് ആ മഹാനവറുകളുടെ തൃക്കരങ്ങളാൽ തുടക്കം കുറിച്ച ആ മഹനീയമായ സ്ഥാപനം, ആ സ്ഥാപനം അത് സ്ഥാപിച്ച മഹാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മുഹദ്ദിസ് ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ താഴ്വഴിയായി വന്നിട്ടുള്ള വലിയ മഹാനാണ്. ഖാദിരിയാണ് അവിടുന്ന്. ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ച ഉസ്താദുമാർ ഷെയ്ഖ് ആദം ഹസ്രത്തിനെ പോലുള്ള ദാമത്ത് ബറകാത്തു, അവരൊക്കെ അവർ ഔലിയാക്കളാണ്. ആ സ്ഥാപനത്തിൽ പഠിച്ച ശിഷ്യന്മാർ പോലും അള്ളാഹുവിൻ്റെ ഔലിയാക്കളായി വിലായത്തിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥാനങ്ങളിൽ വിരാജിക്കുകയാണ്. ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ജനബാഹുല്യമുള്ള സിയാറത്തിൻ്റെ മസാർ കേന്ദ്രം അത് മഹാനായ CM വലിയുല്ലാഹിൽ മടവൂർ, മഹാനായ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാണ്. മടവൂരിൻ്റെ മണ്ണിലാണ് ഏറ്റവും വലിയ സിയാറത്ത് നടക്കുന്നത്. ആ മടവൂർ ആരാണ്? അദ്ദേഹം അൽ ബാഖവിയാണ്. ഈ പറയുന്ന ഉമ്മുൽ മദാരിസിൻ്റെ ഏറ്റവും വലിയ ബറക്കത്ത് വാങ്ങിയ ആളാണ് CM വലിയുല്ലാഹിൽ മടവൂർ. അദ്ദേഹം ബാഖവിയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒട്ടനവധി ആളുകൾ, അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഒട്ടനവധി ആളുകൾ, മഹാനായ ശംസുൽ ഉലമാ, ലോകം ഏറ്റവും വലിയ ആദരവോടെ കണ്ട, ഇന്ന് അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ള ഭയപ്പാടിൽ നിൽക്കുന്ന അത്ര വലിയ മഹാനാണ്. മുജദ്ദിദായി വന്നിട്ടുള്ള എന്ന് പറയാൻ പറ്റുന്ന ഗഡ്സുള്ള ആളാണ് മഹാനായ ശംസുൽ ഉലമാ EK അബൂബക്കർ ഉസ്താദ് ദാമത്ത് ബറകാത്തു. ആ മഹാനവറുകൾ അവിടുത്തെ ബാഖിയാത്തിൻ്റെ ഏറ്റവും വലിയ മനോഹരമായ അൽ ബാഖവി ബിരുദം നേടി പുറത്തിറങ്ങിയ ആളാണ്. അവിടെ തന്നെ മുദരിസായി അവിടെ തന്നെ പഠിപ്പിക്കാൻ വന്ന ആളാണ്. അപ്പം ഞാൻ പറയുന്നത്, ഏറ്റവും വലിയ വിജ്ഞാനത്തിൻ്റെ മഹാസാഗരം തുറന്നുകൊടുത്ത ആല ഹസ്രത്ത്
ബാനി അസറത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വഫാത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഈ റബീഉൽ ആഖിറിലാണ്. അതുപോലെ തന്നെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ദമത്ത് ബറകാത്തു മഹാനവറുകൾ റഈസുൽ മുഹഖ്ഖിഖീനാണ്. വലിയ തഹ്ഖീഖുള്ള വലിയ മഹാനാണ്. വിലായത്തിൻ്റെ ഔലിയാക്കളുടെ വലിയ മഹത്വത്തിൽ കയറിപ്പോയ ആളാണ്. ആ കണ്ണിയത്ത് ഉസ്താദിൻ്റെ വഫാത്തും അടയാളപ്പെടുത്തിയിട്ടുള്ളത് റബീഉൽ ആഖിറിലാണ്. അവിടുത്തെ ജീവിതം ഒപ്പിയെടുത്ത് ലോകത്ത് സമാനതകളില്ലാത്ത ഏറ്റവും മനോഹരമായ വിജ്ഞാന ലോകത്തിന് വേണ്ടി ജീവിച്ച വലിയ മഹാനാണ് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ ഉസ്താദ് ദാമത്ത് ബറകാത്തു. ആ മഹാനുഭാവൻ്റെ ഓർമ്മയും അവിടുത്തെ വഫാത്തും അടയാളപ്പെടുത്തിയിട്ടുള്ളത് പരിശുദ്ധമായ റബീഉൽ ആഖിറിലാണ്. അതുപോലെ തന്നെ മഹാനായ സയ്യിദ് ഉള്ളാൾ തങ്ങൾ മഹാനവറുകൾ ആ മഹാനുഭാവൻ്റെയും വഫാത്ത് പരിശുദ്ധമായ റബീഉൽ ആഖിറിലാണ്. അതേപോലെ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ ഫഖീഹാൻ. ആ മഹാനുഭാവൻ്റെയും വഫാത്ത് ഓർമ്മ റബീഉൽ ആഖിറിൻ്റെ ഓർമ്മയാണ്. ഈ റബീഉൽ ആഖിറിൻ്റെ ഓർമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഈ വിനീതന് 1000 നാവോടെ പറയാനുള്ളത് ഈ വിനീതൻ്റെ വല്ലുപ്പ ജദ് അബൂബക്കർ ഉസ്താദ് ദാമത്ത് ബറകാത്തു. ആ മഹാനുഭാവൻ്റെ വഫാത്തും കണ്ടു നിൽക്കുന്നവർക്ക് മുഴുവൻ, അറിഞ്ഞവർക്ക് മുഴുവൻ അങ്ങനെ മരിക്കണമെന്ന് തോന്നിയ വലിയ ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മനോഹരമായ സലാമത്തുൽ ഈമാനിൻ്റെ തൗഹീദിൻ്റെ മന്ത്രം പറഞ്ഞു മരിച്ച ആ വലിയ ഓർമ്മ പ്രിയപ്പെട്ടവരെ ഈ റബീഉൽ ആഖിറിൻ്റെ ഓർമ്മയാണ്. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഒട്ടനവധി മഹാന്മാരുടെ സൂചിപ്പിച്ചല്ലോ മുമ്പ്, അത്തരം മഹാന്മാരുടെ ഓർമ്മകളാണ് പരിശുദ്ധമായ റബീഉൽ ആഖിറിൻ്റെ ഓർമ്മ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശഹ്റുൽ ഔലിയാ, ഔലിയാക്കളുടെ മാസം എന്ന് പറയാൻ പറ്റുന്ന മനോഹരമായ മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിൻ്റെ ആദ്യ രാവ് ഇന്ന് കയറി വന്നാൽ ഉടൻ സഡൻ നമ്മൾ ചെയ്യേണ്ട പ്രോഗ്രാം എന്താണ് പരിപാടി? ആദ്യം ചെയ്യേണ്ടത് ഈ മാസത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ദിക്ർ പറയലാണ്. അത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ഹദീസിലൂടെ പറഞ്ഞു തന്നതാണ്, നമ്മുടെ വകയല്ല. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലു റുസ്തിം വഖൈർ ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് آمنت بالله الذي خلقك آمنت بالله الذي خلقك الحمد لله الذي ذهب بشهر ربيع الأول وجاء بشهر ربيع الآخر. ഈ മനോഹരമായ ദിക്ർ മനസ്സറിഞ്ഞിട്ട് പറയണം. ഈ ഒരു മാസക്കാലം മുഴുവൻ ഈമാൻ രൂഢമൂലമാകും, ഉറച്ച ഈമാൻ ഉണ്ടാകും. സലാമത്ത്, ആഫാത്ത്, മുസീബാത്തുകളെ തടയാൻ, രോഗങ്ങളെ തടയാൻ ഇന്ന് പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ദിക്ർ മനസ്സറിഞ്ഞു പറഞ്ഞാൽ മതി. ഒരിക്കലും വഴിപിഴയ്ക്കാതെ, ഒരിക്കലും ഈമാനിൽ നിന്ന് വ്യതിചലിക്കാതെ, തിന്മയിലേക്ക് പോകാതെ സിറാത്തുൽ മുസ്തഖീമായ ത്വരീഖിൻ്റെ റൂട്ടിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ദുആയാണ് ഈ പരിശുദ്ധമായ ദുആ. അത് നമ്മൾ ഓർത്തു പറയേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ രണ്ടാമത്തെ സുന്നത്ത് പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ സൂറത്തുൽ മുൽക്ക് അത് പാരായണം ചെയ്യണം. 30 ആയ കുഞ്ഞു 30 ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അത് നമ്മൾ പാരായണം ചെയ്യണം. അത് ഡെയിലി മുസ്ലിം ഉമ്മത്ത് ഓതേണ്ട സൂറത്താണ്. ആരൊക്കെ ഖബർ സിയാറത്തിന് വേണ്ടി നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ വന്നില്ലെങ്കിലും നമ്മുടെ ഖബറിലേക്ക് കയറി വരുന്ന അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ അള്ളാഹുവിൻ്റെ കലാം, ഒരു ശിക്ഷയെയും അദാബിനെയും പേടിക്കണ്ട. ഖബറിൽ ഒറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു ബേജാറും വേണ്ട, ഒരു വിഷമം വേണ്ട. ഖബറിലേക്ക് കയറി വരുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമാകുന്ന സൂറത്തുൽ മുൽക്കാണ്. നമ്മുടെ ചാരത്ത് വരും. നമ്മളെ തുടരരുത് എന്ന അദാബിൻ്റെ മലക്കുകളോട് അവിടെ അഭിമാനത്തോടെ സംസാരിക്കും സൂറത്തുൽ മുൽക്ക് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡെയിലി ഓതേണ്ടതാണ്. പ്രത്യേകിച്ച് സുന്നത്താണ് ഒരു മാസത്തിൻ്റെ ആദ്യ രാവിൽ. അതുകൊണ്ട് നീയത്ത് വെക്കുമ്പോൾ അങ്ങനെ വെക്കണം. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അല്ലാഹുവേ, ഇന്ന് പ്രത്യേക മോദൽ സുന്നത്തുള്ള സൂറത്തുൽ മുൽക്ക്, മാസത്തിൻ്റെ ആദ്യ മോദൽ സുന്നത്ത്, എല്ലാ രാത്രിയും സുന്നത്താണ്. മാസത്തിൻ്റെ ആദ്യ മോദൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുൽ മുൽക്കാണ് ഞാൻ ഓതുന്നത് എന്ന നീയത്തിൽ 30 ആയത്ത് ഓതിയാൽ ഓരോ ദിവസത്തിനും ഓരോ ആയത്ത് മതിയാകും. 30 ദിവസത്തേക്ക് ഈ ആയത്ത് മതിയാകും എന്തിനും കാഫിയായിട്ട്. അത് അള്ളാഹു വെച്ചിരിക്കുന്നൊരു സംവിധാനമാണ്. ഉലമാ ഡിസ്കസ് ചെയ്ത വിഷയമാണ്. അപ്പോൾ അൽഹംദുലില്ലാ അത് പാരായണം ഒരു 3 മിനിറ്റ് മതിയാകുമല്ലോ ഈ സൂറത്ത് പാരായണം ചെയ്യണം. അതിനുശേഷം ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പാരായണം ചെയ്യേണ്ട ഓതേണ്ട
ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൻദ റുഇയത്തിൽ ഹിലാലി സൂറത്തുൽ ഫാത്തിഹ 7 മറാത്തിൻ, 7 വട്ടം പുതിയൊരു മാസത്തിൻ്റെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ 7 വട്ടം കഴിയുന്നവരൊക്കെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. തീർച്ചയായും ആഫാഹുല്ലാഹു മിൻ റമദത്തിൽ ഐൻ, അത് ഒരു കാരണവശാലും നമ്മുടെ കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങളും ഇല്ലാത്ത അള്ളാഹിൻ്റെ കാവൽ കിട്ടാൻ കാരണമാകും. പിന്നെ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് എന്തിനും ഹിഫ്ളും ഹിമായത്തും കിട്ടുന്ന സൂറത്താണ്. പ്രയാസങ്ങളില്ലാതെ, അപകടങ്ങളില്ലാതെ, കണ്ണീറിൻ്റെയും അതേപോലെ തന്നെ സിഹറിൻ്റെയും ഷെറുകളൊന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ കാവൽ കിട്ടാൻ ഏത് രോഗവും ശിഫയാകുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതും 7 വട്ടം കഴിയുന്നവരൊക്കെ പാരായണം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഹാന്മാരായ ഔലിയാക്കളോടുള്ള മഹബ്ബത്ത്. അത് കൽബിൽ നിന്ന് വരേണ്ടതാണ്, അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ അള്ളാഹുവെ പടച്ചവനെ അള്ളാഹിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾ എന്നർത്ഥം. അവർക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണല്ലോ പ്രധാനം. അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹുവിടെ കാര്യം ഏറ്റെടുത്തു, അള്ളാഹു അവരോട് പ്രിയം വെച്ചു. അപ്പം അള്ളാഹു സ്നേഹിച്ച ആളുകളോട് സ്നേഹം, അത് വിശ്വാസിയുടെ അഹ്ലുസുന്നത്തിൻ്റെ അടയാളമാണ്, മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. അങ്ങനെ പറയാം, ഈമാൻ ഉണ്ടെങ്കിൽ ഔലിയാക്കളുടെ സ്നേഹം ഉണ്ടാവും. ആ സ്നേഹം നമ്മുടെ കൽബിൽ വേണം. അല്ലാഹുവേ അവരോട് എനിക്ക് മഹബ്ബത്താണ്, സ്നേഹമാണ്. ആ ഒരു അവസ്ഥ നമ്മുടെ കൽബിൽ നമ്മൾ കൊണ്ടുവരണം. തീർച്ചയായും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, 70 വർഷക്കാലം റുക്കുനു മക്കാമിൻ്റെ ഇടയിൽ പരിശുദ്ധമായ കഅബ മന്ദിരത്തിൻ്റെ മുറ്റത്തൊരാൾ ഇബാദത്തെടുത്താലും നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറിലേക്ക് അയാളെ കൊണ്ടുവരുന്നത് എവിടെയെന്നറിയോ? അവർ സ്നേഹിച്ച ആളുകളോടൊപ്പമാണ്. അപ്പോൾ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു, മഹാനായ കണ്ണീത്തുസ്താദിനോട് സ്നേഹം ഉണ്ടായിരുന്നു, ഉള്ളാള് തങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു, ബാനി ഹസറത്തിനോട്, അയലാസറത്തിനോട് സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മുത്തഖീങ്ങളോട്, സാദാത്തുക്കളോട് മഹബത്ത് വെച്ച ഒരു വിശ്വാസിനി അവരോടൊപ്പമാണ് എത്ര അമൽ ചെയ്താലും നാളെ വരുന്നത് എന്ന് സയ്യിദുന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പ്രസിദ്ധ പ്രമുഖ സ്വഹാബിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, 4ാമത് ഓർത്തു വെക്കണം, നമ്മുടെ കൽബിൽ അവരോടൊരു മഹബത്ത് ഉണ്ടാകണം. അത് രക്ഷപ്പെടാൻ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും രക്ഷപ്പെടാനുള്ള ഏറ്റവും മനോഹരമായൊരു മാർഗമാണ് ഈ മഹാന്മാരുള്ള സ്നേഹം. തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം, നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരണം. പിന്നെ 5ാമത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആകളിൽ ആഡ് ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രഗത്ഭമായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയായി ഖുർആൻ പ്രസന്റ് ചെയ്ത ദുആ, ആ ദുആ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തേടണം. അല്ലാഹുമ്മ അൽഹിഖ്നി ബിസ്വാലിഹീൻ, അല്ലാഹുവേ എന്നെ സ്വാലിഹീങ്ങളിലേക്ക് നീ ചേർക്കണം റബ്ബേ. എന്ന സ്വാലിഹീങ്ങളിലേക്ക് എന്നെ ചേർക്കണം. ആരാ സ്വാലിഹീങ്ങൾ? സ്വാലിഹീങ്ങൾ ആരാ? നിന്റെ അമ്പിയാക്കൾ, അവരുടെ പണി ഇവിടെ എടുത്ത നിന്റെ ഔലിയാക്കൾ, സൂഫിയാക്കൾ, ആരിഫീങ്ങൾ, അൽ ഉലമാ, അവരിലേക്ക് ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഇത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആയാണ്. ഈ ദുആ തന്നെ പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുത്തു. ലോകത്ത് ഈ ഉമ്മത്തിൽ അഫ്ളലുൽ ബശരി ബഅദൽ അംബിയ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മഹാൻ ആരാ? മൊഹീദ്ദീൻ ശൈഖ് തങ്ങളല്ല, അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിൻ്റെ ചാരത്ത്, വഫാത്തിൻ്റെ വേളയിൽ പോലും അവിടുന്ന് ദ്വാരക്കുന്നുണ്ട് ഇങ്ങനെ, അല്ലാഹുമ്മ അൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കണേ അല്ലാഹ്. ഈ ദുആ നിരന്തരം നമ്മുടെ എല്ലാ ദുആകളിലും, പ്രത്യേകിച്ച് നിസ്കാര ശേഷമുള്ള മക്തൂബാത്തുകൾക്ക് ശേഷമുള്ള ദുആകളിൽ ഇത് കൊണ്ടുവരണം. എല്ലാവരും ഓർക്കണം, അല്ലാഹുമ്മ അൽഹിഖ്നി ബിസ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹീങ്ങളിലേക്ക് എന്നെ ചേർക്കണം. അല്ലെങ്കിൽ അല്ലാഹുമ്മ അൽഹിഖ്നാ ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളിലേക്ക് ഞങ്ങളെ ചേർക്കണം. ഈ ദുആ മസ്റ്റായിട്ടും നമ്മുടെ ലൈഫിൽ നിർബന്ധമായിട്ടും വേണം. ഈ ഒരു മാസക്കാലം സജീവമായിട്ടും വേണം. ഇത് സിഹ്റുൽ ഔലിയ, ഔലിയാക്കളുടെ മാസമാണ്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, 6ാമത്തത്, ഈ മഹാന്മാരോടുള്ള സുഹ്ബത്തും സിയാറത്തും. അത് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ശക്കുമില്ല. ലാ ശക്ക വലാ റൈബ, ഒരു സംശയമില്ല. എന്ത്? മഹാന്മാരോടുള്ള സുഹ്ബത്ത്. ജീവിച്ചിരിക്കുന്നവരും വഫാത്തായി പോയവരും ജീവിച്ചിരിക്കുന്നവരുമായുള്ള സുഹ്ബത്ത്, അവരുമായുള്ള സഹവാസം. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സൂഫിയാക്കൾ, മഹാന്മാരായ മശായിഖന്മാർ, മഹാന്മാരായ അൽ ഉലമാ, യഥാർത്ഥ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ, അങ്ങോട്ടിങ്ങോട്ടും ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന, അങ്ങോട്ടിങ്ങോട്ടും ഫിത്നയും ഫസാദും പറയുന്ന അങ്ങനെയുള്ളവരല്ല. അല്ലാത്ത കൽബിൽ ഈമാനുള്ള, അള്ളാഹു കൊടുത്ത നൂറായ ഇൽമ്
അത് നഫ്അ ചെയ്തിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്, ഉലമാക്കളുണ്ട്. അവർ സൂക്ഷ്മതയുള്ളവരാണ്. അവരെ കണ്ടാൽ ഇദാ റുഊ ദക്കറല്ലാഹ്, അള്ളാഹുവിന് ഓർമ്മ വരുന്ന, അവരെ കണ്ടാൽ നമുക്ക് അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരും. അത്ര നല്ല മനുഷ്യരാണ്. അങ്ങനെയുള്ള മഹാന്മാരായ സൂഫിയാക്കളെ ഇന്ന് ഇല്ല എന്നാരാ പറഞ്ഞത്? ഇന്ന് ഇല്ല എന്നാരാ പറഞ്ഞത്? ഡസൻ കണക്കിന് ഉദാഹരണം ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ, സൂഫിയാക്കൾ, മഹാന്മാരായ അള്ളാഹിൻ്റെ വലിയമാർ ഇഷ്ടം പോലെയുണ്ട്. അവരുടെ മഹാന്മാരായ അത്തരം ഉലമാക്കളുടെയും സാദാത്തുക്കളുടെയും സൂഫിയാക്കളുടെയും ചാരത്ത് അവരുമായുള്ള സഹവാസം, ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അവരുമായുള്ള ബന്ധം തീർച്ചയായും ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന പോലെ വേറൊന്നിനും പറ്റൂല. മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടില്ലേ, ഉത്തമരായ സമുന്നതരായ മഹാന്മാരോടുള്ള നിങ്ങളുടെ കൂടിയിരിക്കൽ, അവരുമായുള്ള നിങ്ങളുടെ കണക്ഷൻ ഉണ്ടല്ലോ, എത്ര സാധാരണക്കാരാണെങ്കിലും അവിടെ കൽബ് നന്നാകും, മനസ്സ് നന്നാകും, ഈമാനിൻ്റെ ഒരു ചാർജും കിട്ടി കയറും. അത് വഴുതു പറയാൻ പറ്റിയതല്ല, അനുഭവിച്ച് സ്വന്തം എക്സ്പീരിയൻസ് അറിയാൻ പറ്റിയതാണ്. ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെ ചാരത്തൊക്കെ ഒന്ന് പോയി നിന്നാൽ, എത്രയോ മഹാന്മാരുണ്ട്, ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് ഇറങ്ങി വന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു 5 മാസത്തേക്കെങ്കിലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. തിന്മ ചെയ്യാൻ പറ്റുന്നില്ല, നന്മ ചെയ്യണമെന്ന് താല്പര്യം, ഇതൊക്കെ എക്സ്പീരിയൻസ് നമ്മളെ സ്വന്തം അനുഭവിച്ചറിയല്ലേ. അപ്പോൾ മഹാന്മാരോടുള്ള, സജ്ജനങ്ങളോടുള്ള ഒരു കൂട്ടുകെട്ടും സുഹബത്തും അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ലോകത്ത് മാറിയവരൊക്കെ മാറിയിട്ടുള്ളത്. ആരും അങ്ങനെയാണ്. മുഹൈദ്ദീൻ ശിഹാബ് റളിയല്ലാഹു അൻഹു വലിയ ആളായില്ലേ? എങ്ങനെയാണ് വലിയ ആളായത്? ഔലിയാക്കളുമായുള്ള സുഹബത്താണ്. മഹാന്മാരായ ഔലിയാക്കളെ അവിടെ നിന്ന് കാണാൻ പോയ യാത്രകളെക്കുറിച്ച് എത്രയോ താരീഖിലുണ്ട്, കിതാബിലുണ്ട്. അങ്ങനെയാണ് സുഹബത്ത് കൊണ്ടാണ്. സ്വഹാബികളായത് എങ്ങനെയാണ്? പുണ്യ റസൂലിനോടുള്ള സുഹബത്ത് കൊണ്ടാണ്. ആലോചിച്ച് നോക്കി, പച്ചപാവങ്ങളല്ലേ, ഒന്നും അറിയാത്ത സ്വഹാബികളില്ലേ, ഒന്നും അറിയാത്ത, ഒരു ഫാത്തിഹ പോലും പഠിക്കാൻ സമയം കിട്ടാതെ ഷഹീദായി പോയ സ്വഹാബികളില്ലേ? ഖബറിലേക്ക് ഹൂർലീങ്ങളായ സ്വർഗീയ വനിതകൾ ഓടി വന്നുകൊണ്ട് മുത്തം കൊടുത്ത സ്വഹാബികൾ. എന്താ കാരണം? സുഹബത്താണ്. അത് ഏറ്റവും വലിയ ആളുമായുള്ള സുഹബത്താണ്. അപ്പോൾ അവർ ഏറ്റവും വലിയ ആളായി തന്നെ. അപ്പോൾ സുഹബത്ത്, ബന്ധം, ഒരു കണക്ഷൻ, അത് മഹാന്മാരുമായി, സജ്ജനങ്ങളുമായി നിർബന്ധമാണ്. അത് ഉണ്ടാകണം മഹാന്മാരുമായി, ഔലിയാക്കളുമായി. ഇനി അവരുമായുള്ള സുഹബത്ത് ജീവിച്ചിരിക്കുന്നവരുമായി മാത്രമല്ല, വഫാത്തായി പോയവരുമായുള്ള സുഹബത്ത്, ഒരു കണക്ഷൻ. അതാണ് സിയാറത്ത്. മസാറുകൾ സിയാറത്ത് ചെയ്യുക, അതബോടെ മര്യാദയോടുകൂടെ. സിയാറത്തുകൾ സുന്നത്താണ്. സ്വന്തം ബാപ്പയുടെ ഉമ്മയുടെ ഖബർ സിയാറത്ത് സുന്നത്തില്ലാത്ത സഹോദരിമാർക്ക് പോലും മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ മസാറുകൾ, ഖബറുകൾ സിയാറത്ത് സുന്നത്താണെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, സിയാറത്തിനാന്ന് പറഞ്ഞിട്ട് പോവുക. ഭർത്താവില്ല, ആങ്ങളമാരില്ല, മഹറമ് കൂടെ ഇല്ല, എങ്ങനെ ആരുടെയെങ്കിലും കൂടെ ഇങ്ങനെ തെണ്ടി കിടക്കുന്ന അവസ്ഥ അതുണ്ടാകാൻ പാടില്ല. ഹറാമുകൾ അവർക്കും അള്ളാഹുവിനും ഒട്ടും ഇഷ്ടമല്ലാത്തതാണ്. ഒരു കാരണവശാലും അത്തരം ശ്രദ്ധയില്ലായ്മ ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമുക്ക് ഹലാലായി നമ്മുടെ മെഹറമ് കൂടെയുണ്ട്. യാത്രയിൽ നമ്മൾ പൂർണ്ണമായി ഹിജാബിലാണ്, ഔറത്തൊക്കെ മറയ്ക്കാതെ, ഔറത്തിൻ്റെ ഭാഗമൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് സിയാറത്തിന് മസാറുകളിൽ കറങ്ങുന്ന ഒരുപാട് സഹോദരിമാർ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കാഴ്ചയിൽപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? എത്ര ക്രൂരമാണ് അവർ. ചുമ്മാ വീട്ടിലിരുന്നാൽ അവർക്ക് എത്ര പുണ്യം കിട്ടും. നടത്തം മുഴുവനും ഹെറാമാണ്. തിരിച്ചു വരുന്നവരെ മലക്കളുടെ ശാപം ഉണ്ടാകും. ഈ മഹാന്മാരുടെ ഇഷ്ടക്കേടും ശാപം ഉണ്ടാവും. അല്ലാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറയുന്നത് മര്യാദയോടുകൂടെ, ദീൻ പറഞ്ഞിട്ടുള്ള ശറഈന്റെ നിബന്ധനയോടുകൂടിയുള്ള സിയാറത്ത്, അത് പുണ്യമുള്ളതാണ്. അത് അവരുമായുള്ള സുഹബത്തിന് കാരണമാകും. ഒരിടത്തേക്ക് നമ്മൾ ചെല്ലാണ്, അത് തീർച്ചയായും സുഹബത്തിന് കാരണമാകും. അത് നമ്മുടെ ജീവിതത്തിൽ എമ്പാടും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 7ാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരുങ്ങേണ്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഈ മഹാന്മാരുടെ മനാഖിബ്, മദ്ഹുകൾ പറയുക, പാടുക എന്നുള്ളതാണ്. അവരുടെ ചരിത്രം പാടുക, ചരിത്രം പറയുക, ചരിത്രം പഠിക്കുക, അതെല്ലാം വളരെ പുണ്യമായ അമലാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റുൽ അംബിയാ ഇബാദ. അംബിയാക്കളെ കുറിച്ച് നിങ്ങൾ പറയുക, അവരുടെ ചരിത്രം പാടുക, പറയുക, പ്രസൻറ്റ് ചെയ്യുക, അത് ഇബാദത്തിൻ്റെ ഭാഗമാണ്. വദിക്റു സ്വാലിഹീന കഫാറ. സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളെക്കുറിച്ച്, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സൂഫിയാക്കൾ, മശായിഖന്മാർ, ഉലമാ, സാദാത്തുക്കൾ, ഇവരുടെയൊക്കെ മദ്ഹ് മനാക്കിബുകൾ പറയാ, ചരിത്രം പറയാന്ന് പറയുന്നത്, അവരെക്കുറിച്ച് സ്മരിക്കാന്ന് പറയുന്നത്, അവരെക്കുറിച്ച് പറയുന്ന പാടുന്ന മജ്ലിസുകൾ പ്രസന്റാകാന്ന് പറയുന്നത്, അത് കഫാറ, നിങ്ങളറിയാതെ കോടിക്കണക്കിന് തെറ്റുകൾ പൊറുക്കുന്ന കഫാറത്താണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനും ഈ സുന്നത്തും മഹാന്മാരുടെ ദിക്റുകൾ, ഓർമ്മകൾ, സ്മരണകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉമ്മത്ത് ഏറ്റെടുക്കാനുള്ള കാരണം. അതിൽ നിന്ന് കിട്ടുന്ന പുണ്യം വല്ലാത്ത പുണ്യമാണ്. അത് ജീവിതത്തിൽ എമ്പാടും ഉണ്ടായിരിക്കണം എന്നാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. അപ്പോൾ മുഹീദ്ദീൻ മൗലിദ്, റിഫായി മൗലിദ് എന്നൊക്കെ പറഞ്ഞെന്താ? അവരുടെ മദഹ് മനാഖിബുകളാണ്. അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിന് മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം അവരുള്ളത് കൊണ്ടാണ്, അവരുടെ സബബ് കാരണം കൊണ്ടാണ് ഇന്ന് നമ്മൾ മുസ്ലിമീങ്ങളാകുന്നത്. നമുക്ക് നേരിട്ട് വഹി ഇറങ്ങിയതല്ല. ഈ മഹാന്മാരുടെ കഠിനാധ്വാനം കൊണ്ട് തലമുറ കൈമാറി വന്ന ആ പരിശുദ്ധമായ ദീനിൻ്റെ പെൺവെളിച്ചം അതാ നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ മുന്നിൽ നടന്നവരെ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരെ മറന്നാൽ കാന ഖാരിജൻ മിൻ ജുംലത്തി അഖ്സാമിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ മുഴുവൻ ഗ്രൂപ്പിൽ നിന്നും അത്തരക്കാർ പുറത്താണ്. സാബിഖീങ്ങളെ മറന്നാൽ, മുൻഗാമികളെ മറന്നാൽ, ഈമാനിൽ മുൻകടന്നവരെ മറന്നാൽ അവർക്ക് വേണ്ടി ദ്വാരക്കണമെന്നുണ്ടല്ലോ. റബ്ബനാ ഉഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ദുആ ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും അവരുടെ ദിക്റുകൾ, സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റുകൂടും. പഠിക്കണം നമ്മൾ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാ, എന്താ അവരുടെ പ്രത്യേകത, അവരങ്ങനെ ആയതെങ്ങനെയാണ്, അവരെപ്പോലെ ആകാൻ എന്താ മാർഗം, അവരുടെ വഴിയിലേക്ക് ചേരാൻ എന്താ മാർഗം, ഇതൊക്കെ നമ്മൾ പഠിക്കണം. സാന്ദർഭികമായിട്ട് നമ്മൾ പറയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പഠിച്ച 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതിൻ്റെ ഫലങ്ങൾ നേടിയെടുക്കാനും നമുക്ക് അല്ലാഹു ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ 2 സൂറത്തുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ 7 വട്ടം ഓതണം. അതോടൊപ്പം സൂറത്തുൽ മുൽക്ക് ഒരു വട്ടം ഇന്ന് പ്രത്യേകം സുന്നത്തായിട്ട് തന്നെ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ പാരായണം ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും നിഅമത്തും റാഹത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം തോന്നി മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അവസാനം ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന സാധുക്കളായ പച്ച പാവങ്ങളായി നമ്മുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് കണ്ണ് നിറച്ച് ഹബീബിനെയും സ്വർഗത്തിനെയും കണ്ടു മരിക്കാൻ തൗഫീഖ് തരട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.